ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 93 ശങ്കരൻ എന്ന ശങ്കരൻ മുൻഷി. ഭാഗം 93 ശങ്കരൻ എന്ന ശങ്കരൻ മുൻഷി ഇവിടെ ആരംഭിക്കുന്നു. കൊല്ലം തൃക്കരുവായിലെ ഒരു പുരാതന തറവാടായിരുന്നു വേളിക്കാട്ടു ഭവനം. അവിടുത്തെ കാരണവർ ഒരു തികഞ്ഞ സുബ്രഹ്മണ്യ ഭക്തനായിരുന്നു. അയ്യൻ കൊച്ചിക്ക എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. എങ്കിലും ശാന്തി അപ്പൂപ്പൻ എന്നാണ് നാട്ടിൽ പരക്കെ അറിയപ്പെട്ടിരുന്നത്. ആ ശാന്തി അപ്പൂപ്പൻ്റെ പിൻതലമുറയിൽപ്പെട്ട കൊച്ചുകുഞ്ഞു വൈദ്യൻ എന്നയാൾ കൊല്ലം കിളികൊല്ലൂരിലെ കമ്മാഞ്ചേരി ഭവനത്തിലെ കുടുംബനാഥനായിരുന്നു. കുഞ്ഞീറ്റ എന്ന കുലീനയായ ഒരു വനിതയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി. അവർക്കുണ്ടായ കടിഞ്ഞൂൽ സന്താനത്തിന് ഒട്ടും ആയസുണ്ടായില്ല. രണ്ടാമത്തെ കുഞ്ഞിനെയും ലാളിക്കാനുള്ള ഭാഗ്യം വൈദ്യനുണ്ടായില്ല. മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും കുഞ്ഞുങ്ങൾക്കും അതേ വിധി തന്നെ സംഭവിച്ചു. അതോടെ വൈദ്യൻ വളരെ നിരാശനായി. ഭാര്യയുമൊത്ത് അദ്ദേഹം പല ക്ഷേത്രങ്ങളിലും പോയി ഭജനമിരിക്കുകയും പ്രാർത്ഥിക്കുകയുമൊക്കെ ചെയ്തു. എന്നിട്ടും അടുത്തു പിറന്ന കുഞ്ഞിൻ്റെയും ആയുസ്സിന് ദൈർഘ്യമുണ്ടായില്ല. അങ്ങനെ ഏഴാമത്തെ കുഞ്ഞും പിറന്നു. ആ കുഞ്ഞിനെയെങ്കിലും ആയുസ്സോടെ കിട്ടുവാൻ ആ മാതാപിതാക്കൾ അനുഷ്ഠിക്കാത്ത വ്രതങ്ങളില്ല. ഒടുവിൽ ആ കുഞ്ഞും കാലഗതി അടഞ്ഞു. വൈദ്യൻ്റെ ഭാര്യ പിന്നെയും ഗർഭവതിയായി. ഗർഭകാലത്തേക്കാൾ അതിനുശേഷമുള്ള കാലത്തെക്കുറിച്ചായിരുന്നു വൈദ്യൻ്റെ ചിന്തയും ആശങ്കയും. അവർ വിളിക്കാത്ത ദൈവങ്ങളില്ല, ചെയ്യാത്ത പൂജകളുമില്ല. കാത്തിരിപ്പിനൊടുവിൽ കൊച്ചുകുഞ്ഞു വൈദ്യനും വീണ്ടും പിതാവാകുവാനുള്ള ഭാഗ്യമുണ്ടായി. പക്ഷേ വിധി അവിടെയും വൈദ്യനെ തുണച്ചില്ല. എട്ടാമത്തെ ആ കുഞ്ഞും ജീവിതത്തിൽ നിന്നും മറഞ്ഞുപോയി. ഗുരുവിനെ കണ്ട് തൻ്റെ സങ്കടമുണർത്തിച്ചാൽ എന്തെങ്കിലും നിവൃത്തിയുണ്ടാകുമെന്ന് വൈദ്യൻ ഉറച്ചു വിശ്വസിച്ചു. അതനുസരിച്ച് പത്നിയായ കുഞ്ഞീറ്റയെയും കൂട്ടി വൈദ്യൻ അടുത്ത ദിവസം തന്നെ ഒരു വള്ളത്തിൽ ശിവഗിരിക്ക് യാത്ര പുറപ്പെട്ടു. ശിവഗിരിയിലെത്തിയപ്പോൾ ഗുരുദേവൻ അഞ്ചുതെങ്ങിലാണെന്നറിഞ്ഞു. ഉടൻ അവർ അഞ്ചുതെങ്ങിൽ എത്തിയെങ്കിലും അവിടെ വച്ചും ഗുരുദേവനെ കാണുവാൻ കഴിഞ്ഞില്ല. വൈദ്യനും പത്നിയും ഗുരുവിനെ കണ്ടിട്ടേ മടങ്ങൂ എന്ന ദൃഢനിശ്ചയം ചെയ്തു. അങ്ങനെ ആ വള്ളത്തിൽ തന്നെ ഏതാനും ദിവസങ്ങൾ അവർ കഴിഞ്ഞുകൂടി. ഗുരുദേവൻ എത്തിച്ചേർന്ന ദിവസം രണ്ടുപേരും ഗുരുദേവ സന്നിധിയിലെത്തി. കുഞ്ഞീറ്റ കരഞ്ഞുകൊണ്ട് ഗുരുദേവനോട് അപേക്ഷിച്ചു, എനിക്കൊരു കുഞ്ഞിനെ തരണേ സ്വാമി. അവരുടെ ദയനീയതയും സങ്കടവും കണ്ട ഗുരുദേവൻ കിട്ടും കിട്ടും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവരെ അനുഗ്രഹിച്ചു. അവർ മടങ്ങാൻ നേരത്ത് മുട്ട അടവയ്ക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചു. ആ ദമ്പതിമാർ അത് കേട്ട് അത്ഭുതപ്പെട്ടു. കാരണം കുഞ്ഞീറ്റ ധാരാളം കോഴികളെ വീട്ടിൽ വളർത്തിയിരുന്നു. എന്നാൽ ഒരു മുട്ട പോലും നാളതുവരെ അടവയ്ക്കാതെ അത് മുഴുവൻ വിറ്റ് കാശാക്കുകയായിരുന്നു പതിവ്. വീട്ടിൽ മടങ്ങിയെത്തിയ കുഞ്ഞീറ്റ അന്ന് തന്നെ പാകമായ മുട്ടകൾ നോക്കിയെടുത്ത് അടവെച്ചു. അതിൽ നിന്നും വിരിഞ്ഞു വന്ന കുഞ്ഞുങ്ങളെ കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ പരിപാലിച്ചു വളർത്തി. വീണ്ടും കുഞ്ഞീറ്റ ഗർഭിണിയായി. അവർ ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിന് ഗുരുദേവൻ തന്നെ പേരുമിട്ടു ശങ്കരൻ. ജീവിതത്തിലുടനീളം ഗുരുദേവാശയങ്ങൾ പിന്തുടർന്നിരുന്ന ശങ്കരൻ മുൻഷി 82 വയസ്സുവരെ കർമ്മനിരതനായി ജീവിച്ചിരുന്നു. നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ നീ, പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടമലരല്ലേ നീ. നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ നീ, പാരിൽ പ്രകാശമേകാൻ പിറന്നൊരു വാടമലരല്ലേ നീ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം
ഭാഗം 93 ശങ്കരൻ എന്ന ശങ്കരൻ മുൻഷി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.